الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. മലയാളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നമുക്ക് സന്തോഷവും മനസ്സിന് കുളിർമയും നൽകുന്ന വാർത്തകൾ ഉണ്ടാകും. സംശയമാണ്. ലഹരിക്കടിമയായ മകൻ നൊന്തു പ്രസവിച്ച 10 മാസം ഗർഭം ചുമന്ന ഉമ്മയെ വെട്ടിക്കൊന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. കാമുകര് കാമുകി വിഷം കൊടുത്ത് കൊന്ന വിവരമാണ് നമ്മൾ അറിയുന്നത്. ഒരു +1കാരൻ പ്രിൻസിപ്പാളിനോട് കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ കേടുവന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനുള്ള പരിഹാരം? ഒരല്പമെങ്കിലും ഈമാൻ ഹൃദയത്തിലുള്ളവർ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യും? ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ പരമാവധി അടിച്ചു പൊളിച്ചോളൂ, ആസ്വദിച്ചോളൂ, ഇതോടുകൂടി തീരും എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതികൾക്ക് മനുഷ്യന്മാരെ നന്നാക്കാൻ പറ്റും? ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ, അത് നിങ്ങൾ മാക്സിമം ആസ്വദിച്ചോളൂ എന്ന് പറയുന്നവർക്ക് ആളുകളെ നന്നാക്കാൻ കഴിയുമോ? മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ സ്വാതന്ത്ര്യം, അതിലാരും കൈകടത്താൻ വരണ്ട, എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറയുന്ന ആശയങ്ങൾക്ക് പുതിയ തലമുറയെ നേർവഴിയിൽ നടത്താൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും ശരിക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നന്മകളിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും ഒരാൾക്ക് പറ്റുള്ളൂ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ. ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്തുകളിലുള്ള വിഷയം ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, അതിൽ സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളാണ് ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധകർ കേൾക്കുന്നത്. ഹത്താ സാബൻ നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ ഇസ്ലാം അവരുടെ മനസ്സിൽ അങ്ങോട്ട് ഉറച്ചു. തൗഹീദ് ഉണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ, അള്ളാഹുവിനെ അനുസരിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ.
അള്ളാഹുനെ ധിക്കരിക്കുന്നവൻ നരകത്തിലാണ്. ഇതങ്ങോട്ട് ഉറച്ചു. നസലൽ ഹലാൽ വൽ ഹറാം, അതിനുശേഷമാണ് ഹലാലുകളെ പറ്റിയിട്ടും ഹറാമുകളെ പറ്റിയിട്ടുള്ള വിവരം ഖുർആൻ തരുന്നത് എന്നാണ്. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, ആദ്യമായി കൊണ്ട് ഖുർആൻ മനുഷ്യരോട് പറഞ്ഞത് ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നായിരുന്നുവെങ്കിൽ അവർ പറയും ഞങ്ങൾ ഒരിക്കലും കള്ളുകുടി നിർത്താൻ പോകുന്നില്ല. ആദ്യമായി കൊണ്ട് ഖുർആൻ മനുഷ്യരോട് പറഞ്ഞ ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നുവെങ്കിൽ അവർ പറയുമെന്നാണ് ലഖാലു ലാ നദഉ സിന അബദ, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അപ്പൊ ആദ്യം ഖുർആൻ ചെയ്ത പണി എന്താണ്? ആ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് സ്വർഗവും നരകവും ശരിക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. ആ സ്വർഗവും നരകവും അവരെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. അല്ലെ, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിനു ശേഷം കണക്ക് പറയേണ്ടി വരും. അൻമാലിഹി, നിന്റെ സമ്പത്തിനെ പറ്റിയിട്ട്, അനുഉംരിഹി, നിന്റെ ആയുസ്സിനെ പറ്റിയിട്ട്, അൻജിസ്മിഹി, നിന്റെ ശരീരത്തെ പറ്റിയിട്ട്, അൻഇൽമിഹി, നിന്റെ അറിവിനെ പറ്റിയിട്ട്. ഇതിനൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാത്ത ഒരാളുണ്ടാവില്ല എന്നാ പറഞ്ഞത്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരാളുടെയും വച്ച കാല് അനക്കാൻ കഴിയൂല. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. ആ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകണമെങ്കിൽ ഖുർആനിലേക്ക് നമ്മൾ അടുക്കണം, ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം, ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം, നമ്മുടെ മക്കൾ ഉണ്ടാകണം, ഖുതുബ കേൾക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാകണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുടുംബവും വേണം. എന്തിനാണ് പ്രായമായ ഒരു ഉമ്മയെ ഉപ്പയെ നോക്കുന്നത്? വയസ്സായ ഒരു ഉമ്മാനെയും ഉപ്പനെയും നമ്മൾ എന്തിനാ നോക്കുന്നത്? ആരുടെയും മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരില്ല എങ്കിൽ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചൂടെ? എന്തിനാണ് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവന്റെ അതിർത്തി അത് നിശ്ചയിച്ച് അതിൽ നിന്ന് ഒരു അല്പം പോലും എന്റെ മണ്ണിലേക്ക് ചേരാൻ പാടില്ല എന്ന വാശി നമ്മൾ പിടിക്കുന്നത്? കാരണം അതിന്റെ കണക്ക് നമ്മൾ നാളെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് എനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം അത് അള്ളാഹു വിലക്കിയതാണ്. അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അപ്പൊ നമ്മുടെ പരപ്പണി അവിടെ കിടക്കുകയാണ്. പലിശ വാങ്ങിയിട്ട് നമുക്ക് ആ പരപ്പണി പൂർത്തിയാക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പലിശ വാങ്ങാത്തത്? അത് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. പലിശ തിന്നുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി വെക്കുന്നവരൊക്കെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പറ്റൂല. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധമാണ് തിന്മകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു വെക്കുന്നത്. ആ സ്വർഗവും നരകവും നമുക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ജീവിക്കുക. അപ്പൊ ബദറിന്റെ തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയാണ്, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോൾ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ബഖിൻ ബഖിൻ, അത് സന്തോഷം തോന്നുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞത്? അപ്പൊ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാനും ആ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെടുമോ എന്ന പ്രതീക്ഷയിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിൽ ജന്ന ഫഇന്നക മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അങ്ങനെ ഉമർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു കാരക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ലൈൻ ഹൈതു ഹത്താ ആകുല തംറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തവീല, ഈ കാരക്കുകൾ തിന്ന് പൂർത്തിയാക്കാൻ ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ അത് നീണ്ടുപോയ ഒരു ജീവിതമാണ്, അത് സുദീർഘമായൊരു ജീവിതമാണ്. അത്ര കാത്തു നിൽക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഒരു കാരക്ക തിന്നാൻ എത്ര സമയം വേണം? ആ സമയം പോലും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ അനുഭവിക്കണം. അങ്ങനെ യുദ്ധകളത്തിലേക്ക് എടുത്തു ചാടുന്നതും അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദാകും നമുക്ക് കാണാൻ പറ്റും. ബദറിലെ 14 ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരു ഷഹീദിന്റെ പേര് ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു എന്നാണ്. അവർക്ക് ബോധ്യപ്പെട്ടു സ്വർഗം എന്താണെന്ന്. അവർ കണ്ട സ്വർഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗവും തമ്മിൽ എത്ര മാറ്റമുണ്ട്, അന്തരമുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോ തിന്മകളെ തടയാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോ 24 ന്യൂസ് ഒരു അഭിമുഖം 2 ദിവസം മുമ്പ്, ഇന്നലെ മിനിയാന്ന് കൊടുത്തിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, അവൻ ലഹരിക്ക് അടിമയായിരുന്നു.
MDMAക്ക് അഡിക്റ്റ് ആയിട്ട് 2 വർഷമായി. അതിന്റെ ഇരയായി എന്ന് മാത്രമല്ല, അതിന്റെ വിൽപ്പനക്കാരൻ കൂടിയായിട്ട് മാറി. അവൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അവൻ കൊടുക്കുന്ന അഭിമുഖമാണത്. അതിൽ ആ ചെറുപ്പക്കാരൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ? 22 വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല. എന്റെ 22 വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് കൂട്ടുകാരുടെ കൂടെ കോഴിക്കോട് ഒരു യാത്ര പോയി. അവിടെ വെച്ചിട്ട് കൂട്ടുകാരാണ് എനിക്ക് ആദ്യമായി കൊണ്ട് MDMA എൻ്റെ കയ്യിൽ തരുന്നത്. ഞാൻ ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞത്, ഒന്ന് രുചിച്ചു നോക്കൂ, എല്ലാം അറിയണ്ടേ, ഇത് അങ്ങനെ വലിയ പ്രശ്നമുള്ള ഒരു സാധനം ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ കൊടുത്തതാണ്. അന്നാണ് ആദ്യമായിട്ട് അവൻ അത് രുചിക്കുന്നത്. അതിനുശേഷം അവൻ അതിന്റെ അടിമയായിട്ട് മാറുകയാണ്. ആദ്യം ഉപയോഗിക്കുന്നത് 0.5 ആണ് അളവ്. അത് വയനാട്ടിൽ പോയിട്ടാണ് അവൻ വാങ്ങുന്നത്, 1500 രൂപ കൊടുത്തിട്ട്. പിന്നെ ഓരോ ദിവസം കഴിയും തോറും ആ അളവ് പോരാ, അത് 1 ഗ്രാം ആയിട്ട് മാറുന്നു. അടുത്ത ദിവസം അത്ര പോരാ, അടുത്ത ദിവസം വീണ്ടും അതിന്റെ അളവ് കൂടുന്നു. ഇങ്ങനെയാണ് പിന്നീട് വിൽപ്പനയിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത് ഉപയോഗിക്കാൻ ക്യാഷ് വേണം. ക്യാഷ് കിട്ടണമെങ്കിൽ MDMA വിറ്റാൽ നല്ല ക്യാഷ് കിട്ടും. അങ്ങനെ അവൻ അതിന്റെ വിൽപ്പനക്കാരൻ കൂടിയായിട്ട് മാറുന്നു. ഒരു ദിവസം 1500, 2000, 3000 രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കണം. ഇങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമയാകുന്ന മനുഷ്യന്മാര് മോഷണവും പിടിച്ചുപറിയും പോക്കറ്റടിയും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇത് എത്ര ഭീകരമാണ് നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ നിലപാടിലാണുള്ളത്, കൂട്ടുകാരന്റെ മതത്തിലാണുള്ളത്. നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായിട്ട് സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ചോളൂ. നമ്മുടെയൊക്കെ കൂട്ടുകാരുടെ അവസ്ഥ എന്താണ്? അവര് നമ്മളെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരാണോ അതല്ല തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരാണ്? വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരനെ പറ്റിയിട്ടും ചീത്ത കൂട്ടുകാരനെ പറ്റിയിട്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെ, നല്ല കൂട്ടുകാരനെ പറ്റി പറഞ്ഞത് ഹാമിലുൽ മിസ്ക് എന്നാണ്. അവൻ അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. നമ്മൾ അവന്റെ അടുത്ത് നിന്ന് അത്തർ വാങ്ങുന്നു വേണ്ട, അവന്റെ കൂടെ ഇരുന്നാ മതി. ആ ഇരുന്ന സമയത്ത് തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സുഗന്ധമുണ്ട്. അവന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് സുഗന്ധമാണ് കിട്ടുന്നത്. നമ്മൾ വില കൊടുത്ത് അത്തർ വാങ്ങുന്നു വേണ്ട. എന്നാ ചീത്ത കൂട്ടുകാരനോ, നാഫിഖുൽ കീർ, അവൻ ആലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയെന്നാ പറഞ്ഞത്. ഓന്റെ കൂടെ ഇരുന്നാലും ദുർഗന്ധാണ്. പോരാത്തതിന് ഓന്റെ കരിയും പൊടിയും ഒക്കെ നമ്മളെ മേത്തും ആകും, നമ്മുടെ ശരീരത്തിലും ആകും, വസ്ത്രത്തിലും ആകും. ആ തീപ്പൊരികൾ നമ്മുടെ വസ്ത്രം കരിച്ചു കളയുകയും ചെയ്യും. ഇതിലേത് കൂട്ടുകാരെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഇതിലേത് കൂട്ടുകാരനാണ് ഞാൻ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അവസാന നിമിഷങ്ങളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂത്താപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അള്ളാഹുവിന്റെ അടുക്ക് എനിക്ക് പറയാനാണ്, എന്റെ മൂത്താപ്പ മരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് എന്ന് അള്ളാഹുവിനോട് എനിക്ക് വാദിക്കാനാണ്. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ആ സമയത്ത് അബൂ താലിബിന്റെ അരികിൽ അബൂജഹൽ ഉണ്ട്, അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയുണ്ട്. രണ്ടുപേരും മുശ്രിക്കുകളാണ്. ഇവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഈ മനുഷ്യന്മാർ പറയുന്നുണ്ട്, തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് ഒഴിവാക്കിയിട്ട് പോവുകയാണോ? ഈ മരിക്കാൻ നേരത്ത് ദീന് മാറുകയാണോ, കാല് മാറുകയാണോ എന്ന് അബൂ താലിബിനോട് അവർ ചോദിക്കുന്നുണ്ട്. അവസാനം അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ മരിക്കുന്നത്. ഈ സംഭവം വിവരിക്കുന്നിടത്ത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ചീത്ത കൂട്ടുകാര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിന്റെ അപകടങ്ങളിൽ ഒന്നാണ് നമ്മളവിടെ കണ്ടത് ഞാൻ. കാരണം മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും നന്നാവാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുപോലും മുടക്കുന്നവരാണ് അവരെന്നാൻ. അതുകൊണ്ട് കൂട്ടുകാരെ പറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. നമ്മുടെ നന്മയും തിന്മയും നിർണയിക്കുന്നിടത്ത് അവർക്ക് വലിയ പങ്കുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്തെ സിന്തറ്റിക് ലഹരികൾ എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്തെ മയക്കുമരുന്ന് പോലെയല്ല, മുമ്പത്തെ കഞ്ചാവ് പോലെയല്ല ഇന്നത്തെ MDMA. അത് ഒരു തവണ ഉപയോഗിച്ചാൽ അവന്റെ ജീവിതം നശിച്ചു. അവൻക്ക് നഷ്ടപ്പെടുന്നത് അവന്റെ കുടുംബവും അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഖിറത്തും കൂടിയാണ്. അത്ര മാരകമാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ അവിടെ കൊന്നു ഇവിടെ വെട്ടി, ഇതൊക്കെ അതിന്റെ അവസാന സ്റ്റേജുകളാണ്. അപ്പൊ ആ സ്റ്റേജിലേക്ക് എത്താതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്.
എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അന്യന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ലഹരിയോട് നിങ്ങൾ ഒരിക്കലും അടുക്കാൻ പാടില്ല. അടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു കയറുക എന്നത് ഏറെ ശ്രമകരമാണ്. പെട്ടുപോയാൽ ഒരു 90-95% അതിൽ നിന്ന് കരകയറാൻ കഴിയാത്തവരാണ്. അള്ളാഹുവിന്റെ വലിയ സഹായമുണ്ട് എങ്കിൽ ഒരു 5% തിരിച്ചു കയറാൻ പറ്റും. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ കടുത്ത ഭാഷയിലാണ് ഈ ലഹരിയെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളത്, മദ്യത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു, അവർക്ക് ലഹരി ബാധയുണ്ടായി, 40 ദിവസത്തോട് നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല എന്നാണ്, നിസ്കരിക്കേണ്ടെന്നല്ല, നിസ്കരിക്കണം, നിസ്കാരം നിർബന്ധം തന്നെയാണ്. എന്നാൽ 40 ദിവസം നിസ്കരിക്കുന്നവർക്ക് ഒരു കൂലിയില്ല. അപ്പൊ നമ്മളൊരാൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് 2 നേട്ടങ്ങളാണ്. ഒന്നാം നിർബന്ധ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാകും, പോരാത്തിന് ആ നിസ്കാരത്തിന് നമുക്ക് കൂലിയുണ്ട്. എന്നാൽ മദ്യപിച്ച് ലഹരി ബാധ ഉണ്ടായ ഒരുത്തൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ 40 ദിവസത്തോടെ നിസ്കാരത്തിന് ഒരേ ഒരു കാര്യമുള്ളൂ, അത് ആ നിർബന്ധ ബാധ്യത ഒഴിവാകുന്നുള്ളതാണ്. ആ 40 ദിവസത്തെ നിസ്കാരത്തിന് അവർക്ക് കൂലില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തശ്റബിൽ ഹംർ, നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യപാനം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 40 അടിയാണ് മദ്യപാനിക്കുണ്ടായിരുന്നത്. 40 അടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 40 അടിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് 80 അടിയാക്കി ഉയർത്തി. അപ്പൊ അത്ര കടുത്ത നിലപാടാണ് ഇസ്ലാം മദ്യത്തിന്റെയും ലഹരിയുടെയും ഒക്കെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നിലയും വിലയും കളയുന്ന കാര്യമാണ്. ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ബിസിനസ് നടത്തി നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് 1 ലക്ഷം രൂപ കടം ചോദിച്ചാൽ പോലും ഒന്നും മറുത്തു പറയാതെ അയച്ചു തന്നിരുന്ന കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. ഞാൻ ലഹരിക്ക് അടിമയായതിനു ശേഷം ഒരു 100 രൂപ ചോദിച്ചാൽ പോലും ഒരാളും തരാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിയാണ്. കാരണം ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല. എന്തിനാണ് നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടാത്ത ഒരാളായിട്ട് നമ്മൾ മാറുന്നത്? ഖുർആൻ പറഞ്ഞു, വയസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, അല്ലാഹുവിന്റെ റസൂലേ അവർ നിങ്ങളോട് ചോദിക്കുന്നു മദ്യത്തെ പറ്റിയിട്ട്, ചൂതാട്ടത്തെ പറ്റിയിട്ട്. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ്? വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ഉപദ്രവങ്ങളാണ് ഉപകാരത്തെക്കാളും കൂടുതൽ. അള്ളാഹു ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിലക്കൂല. അപ്പൊ അതിന്റെ അപകടം നമ്മൾ ശരിക്കും തിരിച്ചറിയണം. നാടും നാട്ടുകാരും ജനങ്ങളൊക്കെ നന്നാകും, മദ്യത്തിൽ നിന്ന് മോചനം ഉണ്ടാകും, ദീനിലേക്ക് മടങ്ങാന്നുള്ളതാണ് പരിഹാരം. മദ്യമില്ലാത്തൊരു രാഷ്ട്രം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് മദീനയാണ്. ആ രാഷ്ട്രം ഭരിച്ച ഭരണാധികാരിയുടെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഖുർആനും സുന്നത്തും ആയിരുന്നു. ആ രാഷ്ട്രത്തിൽ ജീവിച്ച മനുഷ്യർ അവർ അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു. ആ ദീനിലേക്ക് മടങ്ങുക എന്നതാണ് പരിഹാരം. അള്ളാഹു ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.